ഞാൻ ഈ സ്ലറി ഒഴിക്കാനായിട്ട് പോവുകയാണേ. അപ്പോൾ ഇത് കടലപ്പിണ്ണാക്കും അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കും പിന്നെ നമ്മുടെ വീട്ടിൽ കഞ്ഞിവെള്ളമൊക്കെ ഇട്ട് ഉണ്ടാക്കി ഒരു 20 ദിവസം ഇരുന്നുണ്ട്. അത്ര കടിപൊളിയായിട്ടുണ്ട്. ഇത്രയൊന്നും വേണ്ട, നിങ്ങൾക്ക് ഒരു 5 ദിവസം ആകുമ്പോഴത്തേക്ക് ഉപയോഗിക്കാം. ഞാൻ ഇത് എടുത്തിട്ട് പിന്നെയും നമ്മൾ ബാക്കി വരുന്നത് വെക്കുന്നതാണ്. അപ്പോൾ വെക്കുന്നതിനകത്തോട്ട് പിന്നെ നമ്മൾ കുറച്ച് കടലപ്പിണ്ണാക്കിട്ട് ഇതിങ്ങനെ അൺലിമിറ്റഡായിട്ട് നമുക്ക് കിട്ടുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. അപ്പം ഇതിനകത്ത് നമ്മൾ 1 കപ്പ്, അതായത് നമ്മുടെ ഈ കപ്പുണ്ടല്ലോ, ഈ കപ്പ് ഇതിനകത്ത് 1 കപ്പ് ഇത്രയാകുള്ളൂ. ഈ കപ്പ് ഇതിനകത്ത് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊരു 10 ലിറ്ററിൻ്റെ പെയിൻറ്റ് പാട്ട കേട്ടോ. അപ്പോൾ ഈ 10 ലിറ്ററിൻ്റെ പെയിൻറ്റ് പാട്ടയ്ക്കകത്ത് നമ്മൾ 1 ലിറ്റർ ഒഴിച്ചിട്ട് വേണം ഇത് നമ്മുടെ ചെടിയിലൊക്കെ ഒഴിക്കാനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് എത്ര വേണമെങ്കിലും നേർപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര വേണമെങ്കിലും ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്താണ് ഒഴിക്കുന്നത്. ഇതൊരു 3.5 ലിറ്ററിൻ്റെ പാട്ടയാണ് നമ്മൾ ഒഴിക്കുകയാണ്. വലിയ തടമായതുകൊണ്ട് തടം പൊക്കി വെട്ടുക. നന്നായിട്ട് നേർപ്പിച്ച് നമുക്ക് ചെടിയുടെ ചുവട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ല ആടിയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ജൈവവളം കേട്ടോ.